ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നലെ മൂന്നാർക്ക് ട്രിപ്പ് പോയതിൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. നമുക്ക് നമ്മൾ താമസിച്ച സ്ഥലമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഞാൻ വീഡിയോ എടുക്കണതാ. അയ്യോ എന്തത് ഞാൻ എപ്പോഴെങ്കിലൊക്കെ അല്ലേ വീഡിയോ ഇടണുള്ളൂ ചേച്ചി. ഇവിടെ വെളിച്ചൊന്നുമില്ലേ? അപ്പം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി വന്നപ്പോഴേക്കും ഇവിടെ ക്യാമ്പ് ഫയറിനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് പേര് കൂടി, കുറച്ച് പേരല്ല എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. കുറച്ച് പേരൊക്കെ മാറിയിരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കളിക്കാനൊക്കെ വലിയ ഇതിൽ ആവേശത്തിൽ പോയി, പക്ഷേ അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അമ്മാതിരി ചൂടായിരുന്നു. ക്യാമ്പ് ഫയറിന് പോയിട്ട് നമ്മൾ ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാൻ വെച്ച അവസ്ഥയിലായി. അമ്മാതിരി മേലൊക്കെ ചൂട് പിടിച്ച് കുറേ പേര് നിന്നിട്ട് അതിൽ നിന്ന് കണലൊക്കെ എടുത്ത് മാറ്റുണ്ടായി. കണലല്ല, നമ്മൾ കമ്പില്ലേ, നമ്മൾ വിറക് കഷ്ണം അതൊക്കെ എടുത്ത് മാറ്റി ഒന്ന് തീ ഒതുക്കുമ്പോഴേക്കും ആരാണ്ടൊക്കെ കൂടിയിട്ട് ഒന്ന് രണ്ട് കഷ്ണങ്ങൾ വേറെ കൊടുന്നിട്ട് ഭയങ്കര ചൂടായിരുന്നു. നമുക്ക് അതൊക്കെ ഒന്ന് ശരിയാവാൻ കുറച്ചധികം സമയം എടുത്തുട്ടാ. നമ്മൾ കുറച്ച് സ്റ്റെപ്പൊക്കെ ഇട്ട് കുറേ പേര് നല്ല തകർത്ത് സ്റ്റെപ്പുകൾ വാരി വെതറുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കെട്ടിയവനോട് ഗംഭീര ഡാൻസ് ആയിരുന്നു. പിന്നെയും കുറേ പേര് നിന്നിട്ട് നല്ല ഡാൻസ് കളിച്ചു. ഞാൻ അധികം ഡാൻസൊന്നും കളിക്കാൻ നിന്നില്ല, നല്ല ചൂടായിരുന്നു. അപ്പോൾ അവിടെ അടുത്തധികം നിൽക്കാൻ പറ്റില്ല, കുറച്ച് നേരം നിൽക്കും, പിന്നെ ഒഴിഞ്ഞു പോയിട്ട് എവിടെയെങ്കിലും ഇരിക്കും. അങ്ങനെയായിരുന്നു കേട്ടോ. കുറേ പേര് നന്നായി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാട്ട് കൊടുക്കാൻ പറ്റില്ല, നമുക്ക് കോപ്പിറൈറ്റ് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് പാട്ട് ഏതാണെന്ന് കൊടുക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ഊഹിച്ച് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ക്യാമ്പ് ഫയറൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ഫുഡ് അവിടെ സെറ്റായിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. ഇവിടെ വെക്കേറ്റ് ചെയ്ത് പോവാണ് ഗൈസ്. ഇനി അടുത്ത മൂന്നാറിലേക്ക് പോവാണ്. ഇന്നലെ കാന്തല്ലൂര്, പിന്നെ വേറെ വട്ടവടയാണ്, അവിടേക്കാണ് പോയത്. അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാർ പോവാണ്. അപ്പോൾ ഇവിടെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു. നമ്മളിത് പുറത്തിറങ്ങി, എല്ലാവരും ഇതേ പുറത്ത് അവിടെ ഇവിടെ കേട്ട് ഇരിക്കുന്നുണ്ട്. നല്ല വെയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മൾ ഇറങ്ങുകയാണ്. ഇത് ഇവിടെ കിടക്കുന്നുണ്ട്, എന്തേ റെഡിയായി എല്ലാവരും. പിള്ളേരൊക്കെ ഇത് അവിടെ കളിക്കുന്നുണ്ട്. കുറച്ച് പേര് അവിടെ ഫോട്ടോ എടുക്കാൻ പോയിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോരുത്തർ ഫോട്ടോ എടുക്കലൊക്കെയാണ്. അപ്പോൾ എല്ലാവരും സെറ്റായി പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നതായിരിക്കും. വെച്ചിട്ടിയേ വെച്ചോടി പിന്നെ ആയിരിക്കണം അവിടെ പോയിട്ട്. ഇവിടെ ഇരുന്നപ്പോൾ നമ്മൾ നല്ല സ്റ്റേ ചെയ്തത്. അപ്പം നമ്മൾ താമസിച്ച സ്ഥലം നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. നല്ല ക്ലീനായിരുന്നു, അകും അതെ, പുറം ഭാഗവും അതെ, മൊത്തത്തിൽ നല്ല ക്ലീനുള്ള സ്ഥലമായിരുന്നു കേട്ടോ. ക്ലീൻ മാത്രമല്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ കാണാൻ. നമ്മൾ അവിടെ നിന്ന് പുറത്ത് നോക്കിയാലും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. രണ്ട് സൈഡിൽ കരിമീൻ തോട്ടം കേട്ടോ, ഫ്രണ്ടിലും ഇപ്പുറത്തെ സൈഡും നിറയെ കരിമീൻ തോട്ടമാണ്. അപ്പോൾ ആന വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ അവർ പറയണ്ടായിന്. നമ്മൾ പേടിപ്പിക്കാൻ പറയണതാണോ എന്താണെന്നറിയില്ല. അപ്പോൾ ആന വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. നമ്മളെ പേടിപ്പിക്കാൻ പറഞ്ഞതാണോ എന്നറിയില്ല. പക്ഷെ ആനയൊന്നും വന്നൊന്നുമില്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. നമുക്ക് ഒത്തിരി ഇഷ്ടമായിട്ട് ഈ സ്ഥലം, ഒന്നും പറയാനില്ല.
അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയത് കേട്ടോ. അപ്പോൾ ആ വണ്ടി നിർത്തിയെടുത്ത് താഴെ കൂടെ വെള്ളം പോകുന്നുണ്ട്. കലങ്ങി മറിഞ്ഞ വെള്ളമാണ്, ഭംഗിയുണ്ട് കാണാൻ. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി നിന്നത് കേട്ടോ. നമ്മൾ ഊണൊക്കെ ഊണല്ല കഴിച്ചത്, ബിരിയാണിയാണ് കഴിച്ചത്. എന്നാലും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ എത്തിയിട്ടുണ്ട്. പോണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ, നല്ല മഴയായിരുന്നു. അപ്പോൾ ഫോണൊക്കെ ബാഗിൽ വെച്ചിട്ട് പോയത്. അപ്പം നമ്മളിത് ഇവിടെ എത്തി. നമ്മുടെ വണ്ടി ഇപ്പുറത്ത് കിടക്കുന്നുണ്ട്. ചാപ്പി ഉറക്കണേറ്റു. രാവിലെ വണ്ടിയിൽ കയറിയപ്പോൾ തൊട്ട് കിടന്ന് ഉറങ്ങണതാണ് ആള്. ഞങ്ങളുടെ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി ദൈവത്തോട്ടത്തിൻ്റെ ആ ഭാഗം വെച്ച് ഫോട്ടോസൊക്കെ എടുത്തു. മറ്റാൾ നല്ല ഉറക്കമായിരുന്നു. ബാക്കി ആൾക്കാർ ഫോൺ കഴിക്കാൻ വിളിച്ചെണീപ്പിച്ചതാണ്. കുറച്ച് പേര് ഇത് അവിടെ നിന്ന് വരുന്നുണ്ട്, കുറച്ച് പേര് ഇവിടെ ഇവിടെ ഇല്ല, ഇവിടെ നിൽക്കുന്നുണ്ട്. അവരൊക്കെ വന്നിട്ട് വേണം ഞങ്ങൾ വണ്ടി കയറാൻ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ വണ്ടി കയറിയിരുന്നാൽ ശരിയാവില്ല. അപ്പോൾ അവർ വരാൻ വെയിറ്റിംഗ് അതെ. കുറച്ച് പേര് അവിടെ നടന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇനി വേറെ ഏതൊരു സ്ഥലത്തേക്ക് പോകണം. പിന്നെ നമുക്ക് അവിടെ തിരികെ കേട്ടോ. മെല്ലെ മെല്ലെ ജമ്പിളും അല്ല, ഇതെന്ത് സംഭവമാണ്? നോക്കി വാ. ശിഖ വാങ്ങിച്ചത് തുളസിയുടെ ആണോ? നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതെന്താ എക്കോ പോയിൻ്റ് അങ്ങനെ എന്തോ തോന്നുന്നുണ്ട്. അപ്പോൾ കുറേ പേര് നിന്ന് സൗണ്ട് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് സൗണ്ട് വരുമല്ലോ അതിന്. പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
കുറേ ക്യാമറയായിട്ട് കുറേ പേര് നിൽക്കുന്നുണ്ട് ഫോട്ടോസ് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പുറത്തുനിന്ന് വരുന്നവരുടെ നല്ല അടിപൊളി ഫോട്ടോസാട്ടോ. അപ്പോൾ കുറേ പേര് ഫോട്ടോസൊക്കെ എടുക്കണ്ടായിരുന്നു. നോക്കിയപ്പോൾ നല്ല ഫോട്ടോസാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതാണ് ഇവിടെ വന്നിട്ട് ആകെ കൂടെ ഉണ്ടായ ഒരു ഉപകാരം. അല്ലാണ്ട് ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ വേറെ ഒന്നുമില്ല. പിന്നെ നമ്മൾ വരുമ്പോൾ ലേറ്റായി, ഇവിടെ ക്ലോസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ ഇത്രയുള്ളോട്ടെ ഇന്നത്തെ വീഡിയോസ്. ബാക്കിയൊന്നും ഞാൻ